തന്മാത്ര എന്ന സിനിമ വരുന്നതിന് മുന്നേ ഒരുപക്ഷെ നമ്മൾ അൽസിമേഴ്സ് എന്ന രോഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാൻ വഴി. എന്നാൽ മലയാള സിനിമകളിൽ ഒരുപാട് തവണ ഇതുപോലെയുള്ള രോഗങ്ങളെ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. സൈക്കാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ അടുത്ത് റിലീസായ കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയിൽ പോലും ഒരു കഥാപാത്രത്തിന് ഒബ്സസീവ് പെർഫെക്ഷനിസം എന്ന ഡിസോർഡർ ബാധിച്ചിരിക്കുന്നു എന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതേ ഡിസോർഡർ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ലാലേട്ടൻ ചെയ്തു ഫലിപ്പിച്ചിട്ടുണ്ട് അഹം എന്നൊരു സിനിമയിൽ. ഇതേപോലെ തന്നെ ആതിരൻ, വടക്കുന്നാഥൻ, മണിച്ചിത്രത്താഴ് തുടങ്ങിയ ഒരുപാട് സിനിമകളിലും ഇതുപോലെയുള്ള അസുഖങ്ങളെ മലയാള സിനിമ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിനും ഗജനി എന്ന സിനിമയിലും മെൻഷൻ ചെയ്യുന്നത് ഒരേ അസുഖത്തിൽ തന്നെയായിരുന്നു. ഇതേപോലെ മലയാള സിനിമകൾ നമ്മളെ പഠിപ്പിച്ച അല്ലെങ്കിൽ മലയാള സിനിമകളിലൂടെ നമ്മൾ പഠിച്ചെടുത്ത പ്രത്യേകതരം അസുഖങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ നല്ല ഇൻഫോർമേറ്റീവ് ആയിരിക്കും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമ ഫാക്ട്സ് മലയാളം. സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ഫസ്റ്റ് വൺ, വടക്കുന്നാഥൻ. 2006 മോഹൻലാൽ, പത്മപ്രിയ, ബിജു മേനോൻ, കാവ്യമാധവൻ തുടങ്ങി ഒരു വൻ താരനിര അണിനിരുന്ന ചിത്രമായിരുന്നു വടക്കുന്നാഥൻ. ഈ സിനിമയിലെ ഗംഗ എന്ന സോങ് ഒക്കെ അന്ന് വൻ ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ഈ സിനിമയിൽ മോഹൻലാൽ ഒരു പ്രത്യേകതരം ബിഹേവിയറാണ് കാണിച്ചു പോകുന്നത്. അത് അദ്ദേഹത്തിന് ബൈപോളാർ എന്ന ഡിസീസ് ബാധിച്ചത് കൊണ്ടാണ്. മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയാം? ബൈപോളാർ ഡിസോർഡർ. ബൈപോളാർ എന്നാൽ ഒരു മെന്റൽ ഡിസോർഡർ ആണ്. ഈ ഡിസീസ് ഉള്ളവർ ഒരു പ്രത്യേക തരത്തിലുള്ള ബിഹേവിയർ ആയിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈലിൽ കാണിച്ചു പോവുക. എപ്പോഴാ എങ്ങനെയാണെന്നറിയാതെ മനസ്സിലൊരു കടന്നൽ കൂടിളകുക എന്നർത്ഥം. അതായത് ചില സമയങ്ങളിൽ വളരെ കൂളായിരിക്കും, എന്നാൽ മറ്റു ചില സമയങ്ങളിൽ വളരെ പെട്ടെന്ന് ദേഷ്യം വരും. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനൊന്നും അല്ലല്ലോ. വെടിക്കെട്ട് മതി. അങ്ങനെ രണ്ട് രീതിയിലുള്ള പീരിയോഡിക് നേച്ചർ ആയിരിക്കും ഇവർക്കുള്ളത്. ഹിന്ദിയിൽ റിലീസായ അമിതാഭ് ബച്ചൻ്റെ ചിത്രമായിരുന്നു പിങ്ക്. ഈ സിനിമയുടെ തെലുങ്ക് റീമേക്ക് ആയിരുന്നു വക്കീൽ സാബ്. ഇതിന്റെ തന്നെ തമിഴ് വേർഷൻ ആയിരുന്നു അജിത്ത് നായകനായ നേർകൊണ്ട പറവെ. ഈ നേർകൊണ്ട പറവെ എന്ന ചിത്രത്തിൽ അജിത്തിനും ഇതേ അസുഖം കാണിച്ചു പോകുന്നുണ്ട്. അതായത് അജിത്ത് ഈ സിനിമയിൽ ചില സമയങ്ങളിൽ വളരെ കൂളായ ഒരു മനുഷ്യനായിരിക്കും, എന്നാൽ ചില സമയത്ത് ഇദ്ദേഹം വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ഒരേ സമയം ദേഷ്യം വരികയും ചില സമയങ്ങളിൽ അവർ കൂളാകുന്നതുമായ രീതിയിലുള്ള നേച്ചറായിരുന്നു അജിത്തിനുള്ളത്. അതേപോലെ തന്നെ വടക്കുന്നാഥൻ എന്ന സിനിമയിലും മോഹൻലാലിനുള്ളത് ഇതേ ബൈപോളാർ ഡിസീസാണ്. ഒരു ബലൂൺ പൊട്ടി പോണത് പോലെ പൊട്ടിത്തെറിച്ചു പോയില്ലേ, അതോടെ നമ്മുടെയൊക്കെ ജീവിതം. രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രീതിയിലുള്ള നേച്ചർ. എന്തായാലും മോഹൻലാൽ വളരെ മികച്ച രീതിയിൽ തന്നെ അതിനുള്ള സിംറ്റംസ് ഒക്കെ ഈ സിനിമയിൽ കാണിച്ചു പോകുന്നു. നെക്സ്റ്റ് വൺ, അഹം. രാജീവ് നാഥ് സംവിധാനം ചെയ്ത് 2006 സിദ്ധാർത്ഥൻ എന്ന കഥാപാത്രത്തെ ലാലേട്ടൻ അവതരിപ്പിച്ച സിനിമയായിരുന്നു അഹം. ഊർവശിയും ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. OCD എന്ന ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന ഡിസോർഡറാണ് ഈ സിനിമയിൽ ലാലേട്ടനുള്ളത്. ഉള്ളി കഴിഞ്ഞാൽ ക്ലീൻ ഷേവ് നിർബന്ധം, ഒപ്പം മുഖം കൊണ്ടുള്ള വ്യായാമങ്ങൾ. അവയിലെ തന്നെ ഒരു വഹഭേദമായ പെർഫെക്ഷനിസമായിരുന്നു സിനിമയിൽ പ്രധാനമായും ഇദ്ദേഹത്തിനുള്ളത്. അതായത് എന്ത് ചെയ്താലും അവിടെ പെർഫെക്ഷൻ വരണം എന്നതായിരുന്നു ഇതിൻ്റെ സിംറ്റം. അതുകൊണ്ടാണ് ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഷേവ് ചെയ്തോ എന്നതൊക്കെ വീണ്ടും ചെക്ക് ചെയ്യാൻ നോക്കുന്നത്, കൈ കഴുകുകയോ എന്ന് വീണ്ടും ചെക്ക് ചെയ്യാൻ നോക്കുന്നത്, ഡോർ ലോക്ക് ചെയ്തോ, ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം സംശയമാണ്. ഷേവ് ചെയ്ത് ശരിയായില്ലല്ലേ, ഇത് പിടിക്കേ, ഒന്നുകൂടെ ഷേവ് ചെയ്തിട്ട് വരാം. ഇതുകൂടാതെ എല്ലാവരെയും ഒരു പ്രജൂഡിയസ് മൈൻഡിലായിരിക്കും അദ്ദേഹം വീക്ഷിക്കുന്നത്. അതായത് ഒരു മുൻധാരണ എല്ലാവരെ പറ്റിയുമുണ്ട്. ഇതും കൂടാതെ എന്തിനെ പറ്റിയും സംശയമായിരിക്കും. ഇതേപോലെ തന്നെ ഉള്ളൊരു ക്യാരക്ടറിനെ നിതം ഒരു വാനം എന്ന തമിഴ് സിനിമയിലും പ്രതിപാദിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കാതൽ കോണ്ടൻ എന്ന ധനുഷിന്റെ സിനിമയിൽ ധനുഷിനുള്ളതും ഇതേപോലെ OCD ആണ്. എന്നാൽ ഈ സിനിമയിൽ ധനുഷിന് OCD ഉള്ളത് സിനിമയിലെ നായികയോടാണ്. അതായത് സിനിമയിലെ നായിക എന്ത് ചെയ്താലും അതിനോട് അമിതമായ രീതിയിലുള്ള ആരാധനയും ഇഷ്ടവും തോന്നുന്നു. അങ്ങനെ നമ്മൾ അമിതമായി ചെയ്യുന്ന എന്ത് റിപ്പീറ്റേറ്റീവായ ആക്ഷനും OCD ആയി മാറാം. റിപ്പീറ്റായി നമ്മൾ എന്ത് ചെയ്താലും അതിനെ OCD എന്ന് കൂടി നമുക്ക് കണക്കാക്കാം. അങ്ങനെ റിപ്പീറ്റായി വീണ്ടും നായികയുടെ സ്നേഹം തോന്നുന്ന ഈ സ്വഭാവം OCD തന്നെയായിരുന്നു. നെക്സ്റ്റ് വൺ, പച്ചക്കുതിര. 2006 ദിലീപ് ഡബിൾ റോളിൽ വന്ന് കമൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പച്ചക്കുതിര. ഈ സിനിമയിലെ ആകാശ് മേനോൻ എന്ന കഥാപാത്രത്തിനുള്ളത് ഓട്ടിസം എന്ന അസുഖമാണ്. ഒരു കോമഡി എന്റർടൈനർ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ സിനിമയിലെ ഈ കഥാപാത്രത്തിന്റെ അസുഖം അന്ന് ചർച്ച ചെയ്യപ്പെടാതെ പോയത്.
അതായത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ബിഹേവിയർ ഇതുപോലുള്ള ഇൻട്രാക്ഷൻസ് എല്ലാം ഈ കഥാപാത്രത്തിന് കുറവായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഇവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഒരു അബ്നോർമൽ ബിഹേവിയർ തന്നെ. ഇതേപോലെയുള്ള ഒരു പെർവേസീവ് ഡെവലപ്മെന്റ് ഡിസോർഡർ ബാധിച്ച മറ്റൊരു കഥാപാത്രത്തെയും നമുക്ക് കാണാം. അതും ഒരു ഓട്ടിസ്റ്റിക് ബിഹേവിയറിന്റെ മറ്റൊരു വകഭേദം എന്ന് തന്നെ പറയാം. അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന സിനിമയിലെ മോഹൻലാലിനുള്ളതും അതേപോലുള്ളൊരു ഡിസോർഡറാണ്. അതായത് പെർവേസീവ് ഡെവലപ്മെന്റ് ഡിസോർഡർ. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായതുകൊണ്ടും കുഞ്ഞുനാളിലെ വന്നു പോകുന്നതുമായ ഒരു അസുഖമാണ്. നെക്സ്റ്റ് വൺ, ഓർമ്മയുണ്ടോ ഈ മുഖം. 2014 വിനീത് ശ്രീനിവാസനെയും നമിത പ്രമോദിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി വന്ന സിനിമയായിരുന്നു ഓർമ്മയുണ്ടോ ഈ മുഖം. ഇന്നീ പകലിനെന്തു കാന്തി, ഇന്നീ നഗരമെന്തു ഭംഗി, ഇന്നീ കാറ്റിനെന്തു വേഗം. ഒരു സ്റ്റാൻഡാർഡിസ്റ്റായ നമിത പ്രമോദിനെ ഈ സിനിമയിൽ 24 hours കൂടുതൽ ഒരു കാര്യം ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും തൊട്ടു മുമ്പുള്ള ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും നിത്യം മറന്നുപോയിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണം അവർക്ക് ബാധിച്ചിരിക്കുന്ന അസുഖമാണ്. ആന്റിറോഗ്രേഡ് അംനീഷ്യ എന്ന രോഗമായിരുന്നു ഈ സിനിമയിൽ നമിത പ്രമോദിനുള്ളത്. അതായത് കുറച്ച് മിനിറ്റുകളിലെ ഓർമ്മകൾ മാത്രമായിരിക്കും ഇവർക്ക് കൂടെ ഉണ്ടാവുക. അതായത് തൊട്ട് മുമ്പത്തെ ഓർമ്മകൾ ഇവർക്ക് ഉണ്ടായിരിക്കില്ല. ഇതുകൊണ്ടാണ് ഈ സിനിമയിൽ എപ്പോഴും ഇവർ ഒരു ബുക്ക് കൈ കൊണ്ട് നടക്കുന്നത്. ആ ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട് ഇവർ എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് ചെയ്തു, ആരെയെല്ലാം ഓർത്തിരിക്കണം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് ഇതുകൊണ്ടാണ്. ഈ സിനിമയിലെ ഒരു സീനിൽ വിനീത് ശ്രീനിവാസൻ നമിതയെ പരിചയപ്പെടാൻ ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ പോലും ചെല്ലുന്ന ദിവസം മാത്രമുള്ളത് ഓർമ്മയിൽ നിൽക്കും. പിറ്റേന്ന് വിനീത് ശ്രീനിവാസനെ കാണുമ്പോൾ നമിതയ്ക്ക് വിനീത് ശ്രീനിവാസനെ ഓർമ്മ വരുന്നില്ല. അതിന്റെ കാരണവും ഈ അസുഖം ബാധിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന സിനിമയേക്കാൾ ഉപരി നമുക്ക് പെട്ടെന്ന് ഈ അസുഖത്തെക്കുറിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സിനിമയാണ് തമിഴിൽ റിലീസായ ഗജിനി. 2005 റിലീസായ ഈ സൂര്യ ചിത്രത്തിൽ സൂര്യക്കുള്ള അസുഖവും ഇതേപോലെയുള്ള മെമ്മറി ലോസ് ആയിരുന്നു. നെക്സ്റ്റ് വൺ, റൊഷാർക്ക്. 2022 റിലീസായ മമ്മൂക്ക നിസാം ബഷീർ കോംബോയിൽ വന്ന ഒരു കിടിലൻ ത്രില്ലർ സിനിമയായിരുന്നു റൊഷാർക്ക്. അവസാനം നീ വന്നല്ലടാ. ഇതിനു വേണ്ടിയാടാ ഞാൻ ഇത്രയും നാളെ കിടന്ന് കഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ലുക്ക് മുതലേ തന്നെ വൻ ഹൈപ്പ് കയറിയ ഈ സിനിമ ബോക്സ് ഓഫീസിലും വൻ പ്രകടനം കാഴ്ചവെച്ചു. കെട്ടിയോളാണിന്റെ മാലാക എന്ന ഒരു സാധാരണ സിനിമയ്ക്ക് ശേഷം റൊഷാർക്ക് പോലെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം നിസാം ബഷീർ ചെയ്തത് ഇന്നും അത്ഭുതമാണ്. എവിടോ നീ കണ്ടില്ലേ ഞാൻ അവിടെ കിടന്നത്, നിനക്ക് എന്നെ ഒന്നും ചെയ്യണ്ടേ? എന്തായാലും ഈ സിനിമയിൽ മമ്മൂക്കയ്ക്കുള്ളത് ഹാലൂസിനേഷനാണ്. അതായത് തൻ്റെ വൈഫിനെ ഇല്ലാതാക്കിയ, തൻ്റെ കുടുംബം തകർത്ത ദിലീപ് എന്ന ക്യാരക്ടറിനോട് അടങ്ങാത്ത ദേഷ്യമുള്ളത് കൊണ്ട് ഈ ഒരു ക്യാരക്ടറിനുള്ള ദേഷ്യം മനസ്സിലിട്ടിട്ട് അത് ഹാലൂസിനേഷനായി മാറുന്നു. പിന്നീട് നോക്കുന്ന ഇടത്തെല്ലാം ഇതേപോലെ തന്നെ ആസിഫ് അലിയെ കാണുന്നു. അങ്ങനെയാണ് ഈ സിനിമയിൽ വീണ്ടും വീണ്ടും ഹാലൂസിനേറ്റ് ചെയ്ത് അയാളോടുള്ള പ്രതികാരം തീർക്കുന്നത്. എനിക്കറിയായിരുന്നു ഇവിടെ പോവാൻ. മമ്മൂട്ടി, ഷറഫുദ്ദീൻ, ആസിഫ് അലി അങ്ങനെ ഒരു വൻ കോംബോ തന്നെ ഈ സിനിമയിലുണ്ട്. ഇതേപോലെ തന്നെ ഹാലൂസിനേഷനെ കാണിച്ച മറ്റൊരു സിനിമയാണ് ജയസൂര്യ നായകനായ ശങ്കരനും മോഹനനും. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 10 ക്യാരക്ടറിൽ കൂടുതൽ വേഷത്തിൽ ജയസൂര്യ വന്നു പോകുന്നുണ്ട്. അതിന് കാരണം തന്നെ ഹാലൂസിനേറ്റ് ചെയ്ത് ജയസൂര്യ കാണുന്ന ഈ കഥാപാത്രങ്ങളാണ്. നെക്സ്റ്റ് വൺ, തന്മാത്ര. 2005 ബ്ലസ്സി സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായി വന്ന സിനിമയായിരുന്നു തന്മാത്ര. ഈ സിനിമയിലെ ലാലേട്ടൻ്റെ പെർഫോമൻസ് അത്രത്തോളം പ്രശംസ അർഹിക്കുന്നതാണ്. എന്തൊക്കെയോ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് ഈ സിനിമയിലെ പെർഫോമൻസിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് പോലും മിസ്സായത്. എന്തായാലും ഈ സിനിമയിൽ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് ശരിക്കും മെന്റലി സ്റ്റേബിൾ ആയ ഒരാളെ പോലെ അല്ല. തൻ്റെ എല്ലാവിധ മെമ്മറിയും അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. ഈ സിനിമയിൽ ലാലേട്ടനുള്ള അസുഖത്തിൻ്റെ പേര് അൾഷൈമേഴ്സ് എന്നാണ്. അൾഷൈമേഴ്സ് രോഗം ബാധിച്ച ഒരാൾക്ക് മെമ്മറി ഡെത്ത് വരെ സംഭവിച്ചേക്കാം. അത്രത്തോളം ഭയാനകവും ഭീതി നിറഞ്ഞതുമായ ഒരു അസുഖമാണ് അൾഷൈമേഴ്സ് രോഗം. അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒരു കാലത്ത് ഇതേ അസുഖമുണ്ടായിരുന്നു. അത് കണ്ടാണ് താൻ ഇതുപോലുള്ള സിനിമകളിലേക്ക് ഇൻസ്പയർ ആയതെന്ന് പോലും ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയുടെ തുടക്ക സമയത്തൊന്നും അദ്ദേഹത്തിന് ഈ അസുഖം കാണിക്കുന്നതായിട്ടേ പറഞ്ഞു പോകുന്നില്ല. സിനിമയുടെ തന്നെ ഒരു പ്രത്യേക ഘട്ടം മുതലാണ് ഇദ്ദേഹത്തിന് ഈ അസുഖം കാണിച്ചു തുടങ്ങുന്നത്. ഈ അസുഖം കാണിച്ചു തുടങ്ങിയതിനു ശേഷം പല രീതിയിലുമുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന് നശിക്കുന്നു. പിന്നീട് താൻ ആരാണെന്നോ എന്താണെന്നോ ഓഫീസിലേക്ക് പോകുന്ന വഴിയും ഇതുകൂടാതെ എല്ലാ വിധത്തിലുള്ള ഓർമ്മകളും അദ്ദേഹത്തിന് നശിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഓഫീസിൽ വെച്ച് അണ്ടർവെയർ ഇട്ട് മാത്രമുള്ള ഒരു സീനിൽ അഭിനയിച്ചതും ഇതുകൂടാതെ തൻ്റെ സെക്സ് ലൈഫിൽ പോലുമുള്ള കാര്യങ്ങൾ അദ്ദേഹം മറന്നു പോകുന്നതും, അതായത് നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും മോഹൻലാൽ മറന്നു പോകുന്നു.
അത്രത്തോളം നമ്മുടെ ഓർമ്മകളെ ഇല്ലാതാക്കുന്ന ഒരു അസുഖം കൂടിയാണ് അൾഷൈമേഴ്സ് രോഗം. അൾഷൈമേഴ്സ് രോഗത്തിന്റെ ഭീകരത കാണിച്ച ഒരു മലയാള സിനിമ കൂടിയായിരുന്നു ഈ സിനിമ. നെക്സ്റ്റ് വൺ താളവട്ടം. 1986 പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, കാർത്തിക എന്നിവർ പ്രധാന കഥാപാത്രമായി വന്ന സിനിമയായിരുന്നു താളവട്ടം. മലയാളത്തിലെ തന്നെ ഏറ്റവും ട്രാജിക്കും ഇതുകൂടാതെ ഡിസ്റ്റർബിങ്ങുമായ ക്ലൈമാക്സ് ഉള്ള സിനിമകളിലൊന്നും കൂടിയാണ് താളവട്ടം. ഈ സിനിമ ഇതേപോലെ തന്നെ ഹിന്ദിയിലേക്ക് സൽമാൻ ഖാനും റീമേക്ക് ചെയ്തിരുന്നു. എന്തായാലും ഈ സിനിമയിൽ പറഞ്ഞു പോകുന്ന അസുഖം സ്ക്രീസോഫ്രീനിയാണ്. ഈ സ്കീസോഫ്രീനിയ എന്ന അസുഖം മോഹൻലാലിന് വരുന്നതിന് പിന്നിലും ഒരു വലിയ കഥയുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് ലൈഫിൽ ഒരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകിയുടെ മരണം ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് ആയാണ് മോഹൻലാലിന് അനുഭവപ്പെടുന്നത്. ആ പ്രത്യേക ഇൻസിഡന്റിന് ശേഷമാണ് മോഹൻലാൽ മെന്റലി സ്റ്റേബിൾ അല്ലാതെ ആവുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ അസുഖം ഇതായിരുന്നു എന്ന് ഈ സിനിമയിലെങ്കിലും പറഞ്ഞു പോകുന്നില്ല. എന്നാലും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്ന ഒരാൾക്ക് ഉറപ്പായും വരാനുള്ള അസുഖമാണ് ഇത്. ഈ സിനിമയിൽ തന്നെ മോഹൻലാലിനെ കുറിച്ച് ആരാണെന്നോ അദ്ദേഹത്തിന്റെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ ആരാണെന്നോ ഒന്നും തന്നെ അറിയില്ല. തീർത്തും ഒരു ഫാന്റസി വേൾഡിലാണ് അദ്ദേഹം ജീവിക്കുന്നത് പോലും. അതുകൊണ്ട് തന്നെ മെന്റലി അദ്ദേഹം റിക്കവർ ആകാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും സാവിത്രി എന്ന കഥാപാത്രത്തിന്റെ ഇടപെടൽ മൂലം അദ്ദേഹം പകുതിയോളം റിക്കവർ ആയി വരുന്നുണ്ട്. എന്നാൽ ആ സമയം ആകുമ്പോഴത്തേക്ക് സിനിമ മറ്റൊരു ട്രാക്കിലേക്ക് മാറി ഈ രണ്ട് കഥാപാത്രങ്ങളും മരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇന്നും മലയാളത്തിലെ വളരെ ഡിസ്റ്റർബിംഗ് ആയ ഒരു ക്ലൈമാക്സ് ഉള്ള മലയാള സിനിമ കൂടിയാണ് താളവട്ടം. ഈ സിനിമയിൽ കാണിച്ചു പോകുന്ന അസുഖം സ്കീസോഫ്രീനിയയുമാണ്. നെക്സ്റ്റ് വൺ ആതിരൻ. 2019 ഫഹദ് ഫാസിലിനെയും സായി പല്ലവിയും പ്രധാന കഥാപാത്രങ്ങളാക്കി വിവേക് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ആതിരൻ. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ ഇന്നും മലയാളത്തിലെ മികച്ച ത്രില്ലർ സിനിമകൾ എടുത്താൽ മുൻപന്തിയിൽ തന്നെയുള്ള ഒരു സിനിമയായിരുന്നു ആതിരൻ. തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം. ഈ സിനിമയുടെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ ഇന്നും വളരെ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. എന്തായാലും ഈ സിനിമയിൽ രണ്ട് അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. ഇവയിൽ സായി പല്ലവിക്കുള്ള അസുഖം ഓട്ടിസ്റ്റിക് ബിഹേവിയർ ആണ്. ഈ ഓട്ടിസ്റ്റിക് ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ പച്ചക്കുതിരയെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ താളവട്ടം എന്ന സിനിമയിലുള്ള സ്കീസോഫ്രീനിയ എന്ന അസുഖവും ഇതേ സിനിമയിൽ ഫഹദ് ഫാസിലിനുണ്ട്. അങ്ങനെ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള അസുഖങ്ങളെ കുറിച്ച് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള രണ്ട് അധികം ആർക്കും അറിയാതെ പോയ അസുഖങ്ങളെ മെൻഷൻ ചെയ്ത സിനിമ കൂടിയായിരുന്നു ആതിരൻ. ഇനി നമുക്ക് ഓരോ രോഗങ്ങളും ആ രോഗങ്ങളെ കാണിക്കുന്ന സിനിമകളും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകാം. ഫസ്റ്റ് ആയിട്ട് ഓർഗാനിക് മെന്റൽ ഡിസോർഡേഴ്സിനെ മെൻഷൻ ചെയ്ത സിനിമ. അതിൻ്റെ പ്രധാന എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞ തന്മാത്ര വരെ. അങ്ങനെയുള്ള തന്മാത്ര സിനിമയിലെ പോലെ ഒരു പ്രത്യേക ഓർഗാനിക് മെന്റൽ ഡിസോർഡറിനെ മെൻഷൻ ചെയ്ത സിനിമയായിരുന്നു കേരള കാഫെ. 2009 കേരള കാഫെ എന്ന സിനിമ 10 സെഗ്മെന്റ് വന്നൊരു സിനിമയായിരുന്നു. ഈ സെഗ്മെന്റിലെ ദ ബ്രിഡ്ജ് എന്ന സെഗ്മെന്റിൽ കാണിച്ചത് ഇതേപോലെയുള്ള ഒരു മെന്റൽ ഡിസോർഡർ ആയിരുന്നു. എന്നാ ദിവാകരനെ വിളി, അവൻ കൊണ്ടേക്കോളൂ തന്നെ. ഇതേപോലെ തന്നെ 2012 റിലീസായ സപ്തമാശ്രീ തസ്കര എന്ന സിനിമയിൽ ഇമ്പൾസിവിറ്റി ആൻഡ് ഡിക്രീസ്ഡ് ഇമോഷണൽ ക്രിയേറ്റിവിറ്റി എന്ന അസുഖമായിരുന്നു സിനിമയിലെ സുധീർ കാരമനയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു ഹെഡ് ഇഞ്ചറി കാരണം തൻ്റെ ബ്രെയിൻ സെൽസിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം അയാൾക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ അവസാനം 1 കോടി രൂപയോളം കയ്യിൽ കിട്ടിയിട്ട് അതെന്ത് ചെയ്യണമെന്നറിയാതെ ആ ഇരിപ്പിരുന്ന് പോകുന്നത്. ഇതേപോലെ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന സിനിമയിൽ കുറച്ച് നേരത്തെ ഓർമ്മകൾ മാത്രം നിലനിൽക്കുന്നു എന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ഇതേപോലെയുള്ള മറ്റൊരു സിനിമയായിരുന്നു മുംബൈ പോലീസ്. മുംബൈ പോലീസ് എന്ന സിനിമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കുറച്ച് ദൂരം മുമ്പോട്ട് പോകുക. കാരണം ഒരു ചെറിയ സ്പോയിലർ അലർട്ടുണ്ട്. അതായത് സിനിമയിലെ നായകനും വില്ലനും ഒരാൾ തന്നെയാണ്. എന്നാൽ ഈ ചെയ്ത കുറ്റകൃത്യം നായകൻ അറിയില്ല. അതിന്റെ പ്രധാന കാരണം നായകന് ഓർമ്മശക്തി അവിടെ വെച്ച് നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ആൾക്കാരെ ചൂണ്ടിക്കാണിച്ച് പേര് പറഞ്ഞ് തന്നാ പോരാ, അവരൊക്കെ എനിക്കാരാണെന്ന് എനിക്കറിയേണ്ടത്. അങ്ങനെ ആ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നതും ഇതേപോലെയുള്ള ഒരു ഓർഗാനിക് മെന്റൽ ഡിസോർഡറാണ്. നെക്സ്റ്റ് വൺ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡേഴ്സ്. സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡേഴ്സിൽ പ്രധാനമായും വരുന്ന സിനിമ 2011 ഇറങ്ങിയ രഞ്ജിത്ത് സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ സ്പിരിറ്റ് എന്ന സിനിമയാണ്. ഈ സ്പിരിറ്റ് എന്ന സിനിമയിൽ ലാലേട്ടനേക്കാൾ ഉപരി നന്ദു ചെയ്ത കഥാപാത്രമാണ് എത്രത്തോളമാണ് സബ്സ്റ്റൻസ് അബ്യൂസിന്റെ വയലൻസ് എന്ന് നമ്മളെ കാണിച്ചു തരുന്നത്. അതായത് ഒരു നോർമൽ ഫാമിലിയെ തകർക്കാൻ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു എന്ന് വ്യക്തമായി കാണിച്ചു തരാനും ഈ സിനിമയെ കൊണ്ട് സാധിച്ചു.
നീന എന്ന ലാൽജോ സിനിമയിലും ഇതേപോലെ തന്നെ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സിനെ കാണിച്ചു പോകുന്നുണ്ട്. ഇതുകൂടാതെ ജയസൂര്യക്ക് സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്ത വെള്ളം എന്ന സിനിമ, ഇങ്ങനെയുള്ള സിനിമകളിലെല്ലാം ഇതേപോലെ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സിനെ കാണിച്ചു പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സൈക്കോട്ടിക് ബിഹേവിയേഴ്സ്. സൈക്കോട്ടിക് ബിഹേവിയേഴ്സ് എന്നാൽ അവർക്ക് ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഷോക്കിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും ഇഷ്യൂസ് കാണും, ഇവരുടെ മൈൻഡ് ആകെ ഡിസ്റ്റർബ് ആകും. 2014 റിലീസായ ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ എന്ന സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തിന് ഉണ്ടാകുന്നത് ഇതേപോലുള്ള ഒരു സൈക്കോട്ടിക് ഡിസോർഡറാണ്. ഹാലുസിനേഷനും ഏറെക്കുറെ ഇതേ വകുപ്പിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് റൊഷാർക്ക് എന്ന സിനിമയിൽ ഒരു പ്രത്യേക ഇൻസിഡന്റിന് ശേഷം മമ്മൂക്കയ്ക്ക് ഹാലുസിനേഷൻ ഉണ്ടാകുന്നത്. വെറുതെ ഒരു ഭാര്യ എന്ന സിനിമയുടെ ക്ലൈമാക്സ് ആകുമ്പോഴേക്ക് പെർസിക്യൂട്ടറി ഡെലൂഷനും ഹാലുസിനേഷനും ഒന്നിച്ച് ജയറാമിന് വരുന്ന സീനുണ്ട്. അതായത് നോക്കുന്നിടത്തെല്ലാം തൻ്റെ മകളെ ആരും തട്ടിക്കൊണ്ട് പോകാൻ പോകുന്നു എന്നൊരു ചിന്തയൊക്കെ വരുന്നത് ഇതേ പെർസിക്യൂട്ടറി ഡെലൂഷൻ ജയറാമിന് വരുന്നത് കൊണ്ടാണ്. നെക്സ്റ്റ്, മൂഡ് ഡിസോർഡേഴ്സ്. ഈ മൂഡ് ഡിസോർഡേഴ്സിലുള്ള ഒന്നാണ് വടക്കുംനാഥൻ. വടക്കുംനാഥൻ എന്ന സിനിമയിൽ 2 തരത്തിൽ മൂഡ് ഡിസോർഡർ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിൽ കാർത്തിക് ചെയ്ത നായിക വേഷത്തിനുള്ളതും ഇതേപോലെയുള്ള മൂഡ് ഡിസോർഡറാണ്. ചില സമയത്ത് വളരെ ദേഷ്യം തോന്നുന്ന ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, ചില സമയത്ത് വളരെ കൂളായിരിക്കും. ഇതേപോലെ തന്നെയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ ഇന്ദ്രജിത്തിനുമുള്ളത്. ഒരു പ്രത്യേക രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്. എന്റെ വീടിന്റെ ചുവരില് ഒരുപാട് പേരുടെ പടമൊന്നുമില്ല, ഒരാളുടെ പടമേ ഉള്ളൂ, എന്റെ തന്തയുടെ. അതായത് ചില സമയത്ത് വളരെ കൂളായിരിക്കും, സമാധാനപരമായിരിക്കും, എന്നാൽ ചില സമയത്ത് വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. ആങ്സൈറ്റി ഡിസോർഡേഴ്സിലെ പ്രധാനമായും കാണിച്ച സിനിമയായിരുന്നു അഹം. ഈ അഹം സിനിമയെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞല്ലോ. ഈ അഹം പോലെ തന്നെ നോർത്ത് 24 കാതം എന്ന സിനിമയിൽ ഫഹദ് ഫാസിലും ഇതേപോലെ ഒരു പെർഫെക്ഷനിസം മനസ്സിൽ കൊണ്ടു നടക്കുന്നയാളാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്താലും അവിടെ പെർഫെക്ഷൻ വരുന്നത്. ഭാർഗവചരിതം 3-ാം ഖണ്ഡം എന്ന സിനിമയിലും ഇതേപോലെ ആങ്സൈറ്റി ഡിസോർഡറാണ് മമ്മൂക്കയ്ക്കുള്ളത്. അവസാനമായിട്ട് ചോദിക്കാൻ, എനിക്ക് കാഞ്ചൊലിക്കാൻ ധൈര്യം തരാൻ എന്തെങ്കിലും വിദ്യതണ്ടയിലുണ്ടോ? അതുകൊണ്ടാണ് ആളുകളെ തല്ലാൻ പേടിയായതുകൊണ്ട് സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ, ഡിസോസിയേറ്റീവ് ഡിസോർഡർ. ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അന്യനും മനുഷ്യത്വത്താനും കണ്ട നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. 3 തരത്തിലും 4 തരത്തിലുമൊക്കെ ഒരാൾ തന്നെ ബിഹേവ് ചെയ്യുക, ഇതാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ കാണിച്ചിരുന്ന മറ്റൊരു മലയാള സിനിമ കൂടിയുണ്ട്. അതാണ് നാറാണത്ത് തമ്പുരാൻ എന്ന ജയറാം സിനിമ. ഈ സിനിമയിൽ ജയറാം ഒരേ ദിവസം തന്നെ വക്കീലായും പാമ്പാട്ടിയായും ഡോക്ടറായും അങ്ങനെ പല പല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് കാണിച്ചു പോകുന്നുണ്ട്. ഇതും ഇതേപോലെയുള്ള മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. നെക്സ്റ്റ് വൺ, മെന്റൽ റിട്ടാർഡേഷൻ. കുറച്ച് മുന്നേ പറഞ്ഞ പച്ചക്കുതിരയൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇതുകൂടാതെ ആലീസ് ഇൻ വണ്ടർലാൻഡ്, കാക്കത്തൊള്ളായിരം ഈ സിനിമകളിലെ നായികമാർക്കുള്ളത് ഇതേപോലെയുള്ള MR ആണ്. ഇതും കൂടാതെ ചക്കരമുത്ത് എന്ന സിനിമയിൽ ദിലീപിനുള്ളതും മെന്റൽ റിട്ടാർഡേഷൻ ആണ്. രാമേന്ദ്രന് 15,000 രൂപ കമ്മീഷൻ, പിന്നെ കുമാരേട്ടന് 25,000 രൂപ. ഇതും പോരാഞ്ഞ് കരുമാടിക്കൂട്ടൻ എന്ന സിനിമയിൽ കലാഹോന്മണിക്കും ഇതേപോലെയാണ്. ഇവർക്ക് എല്ലാവർക്കും ജന്മനാ തന്നെ ഈ അസുഖം ബാധിക്കുന്നു. പിന്നീട് ഇതിൽ നിന്ന് ഒരു റിലീഫ് ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ എത്ര പ്രായമായാലും കൊച്ചു കുട്ടികളുടെ ആറ്റിറ്റ്യൂഡാണ് കാണിച്ചു പോകുന്നത്. നെക്സ്റ്റ് വൺ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലുള്ള ക്ലസ്റ്റർ ബി. ഈ ക്ലസ്റ്റർ ബിയിലെ അറ്റൻഷൻ സീക്കിംഗ് ആണ് മെയിനായും പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള ഈ സിനിമകളിൽ വരാൻ പോകുന്നത്. മഴയത്ത് മുൻപേ എന്ന സിനിമയിലെ നായിക കഥാപാത്രമായ ആനിക്കുള്ളത് ക്ലസ്റ്റർ ബിയിലെ ഈ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണ്. എന്താ പറഞ്ഞേ? ഈ മോട്ടറിന്റെ പൗഡർ ഇല്ലേ, അത് തീർന്നു സർ, പിന്നെ അത് ഷോപ്പിൽ പോയി വാങ്ങിക്കൊണ്ടു. അതിനായി പല കാര്യങ്ങളും ഈ സിനിമയിൽ ആനി കാണിച്ചു പോകുന്നുണ്ട്. എന്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയിലെ അമലയും കാണിക്കുന്നത് ഇതേപോലുള്ള ബിഹേവിയർ ആണ്. ഉറ്റവരെ, ഇതാ പറക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പക്ഷി. ഞങ്ങൾ സന്തുഷ്ടനാണ് എന്ന സിനിമയിൽ അഭിരാമി കാണിക്കുന്നതും ഇതേപോലുള്ള ഒരു തരം ബിഹേവിയർ ആണ്. പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം. തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയിലെ റിമി ടോമിക്കുള്ളതും ഇതേപോലെയുള്ള ഒരു അറ്റൻഷൻ സീക്കിംഗ് ആണ്. ഇവൾ കാണാത്ത കനവുണ്ടോ, അതിൽ പോകാത്തൊരിടമുണ്ടോ, അവിടൊക്കെ ഇവൾക്കെന്നും ഇവൻ കൂട്ടുന്നേ. മലയാള സിനിമയിലെ ഒരു വില്ലനും ഇതേപോലെ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ കാണിച്ചിട്ടുണ്ട്. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയിലെ ശ്രീനിവാസൻ കാണിക്കുന്നത് ഇതേപോലുള്ള അറ്റൻഷൻ സീക്കിംഗ് ആണ്. ജോ എന്ന് പോലും മിണ്ടരുത്, ആള് മഹാദേശക്കാരനാ. അല്ല, ഒരാഴ്ചക്കാൻ ജോലി കിട്ടും അല്ലേ സർ? കിട്ടുമെന്ന് ഒരു തവണ പറഞ്ഞതല്ലേ.
അതായത് തനിക്ക് മാത്രമേ എന്തും പറ്റൂ, തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും തന്നെ പുകഴ്ത്തണം. ഈ ആറ്റിറ്റ്യൂഡാണ് ഈ സിനിമകളിലെല്ലാം കാണിച്ചു പോകുന്നത്. നെക്സ്റ്റ് വൺ, സെക്ഷൽ ഡിസോർഡേഴ്സ്. സെക്ഷൽ ഡിസോർഡേഴ്സിൽ ഈ അടുത്ത കാലത്ത് എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രത്തിനുള്ളത് ഇതേപോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ട്രോമയാണ്. അതായത് ഒരു പ്രത്യേക സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കാരണം തന്റെ സെക്ഷൽ ലൈഫ് മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതാണ് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നത്. ഇതേപോലെയുള്ള മറ്റൊരു സെക്ഷൽ ഡിസോർഡറാണ് സാഡിസം. ഈ സാഡിസം കാണിച്ച ഒന്നാണ് ഇയോബിന്റെ പുസ്തകം എന്ന സിനിമയിലെ അങ്കുർ റാവുത്തർ. സിനിമകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന രോഗങ്ങളെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസിനായി മറക്കാതെ ഈ പേജ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.